അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല മനോഹരമായ വീട്, നല്ല ഭംഗിയുള്ള ചുമരുകൾ, ആ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ അവരുടെ കലാപ്രകടനം, കൈകളെ കൊണ്ട് ആ ചുമരിലാകെ ചിത്രങ്ങൾ വരച്ച് നിറച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇത് കാണുന്ന രക്ഷിതാക്കൾക്ക് ആ കുട്ടിയോട് ദേഷ്യം വരും, സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മന നൽകിയ ഒരു കഴിവാണ് അവന് വരയ്ക്കാനുള്ള കഴിവ്. നിങ്ങൾ നോക്ക്, സൂറത്തുൽ അലഖ് എന്ന് പറയുന്ന ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറയിൽ അള്ളാഹു ആദ്യം തന്നെ സംസാരിച്ചത് വായനയെക്കുറിച്ചും അതുപോലെ തന്നെ പേനയെക്കുറിച്ചുമാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, ഖലമിനെക്കുറിച്ച് അള്ളാഹു ആദ്യമായി ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അതിലെ ആദ്യത്തെ 5 സൂക്തങ്ങളിൽ, ആയത്തുകളിൽ ഇടം പിടിച്ചതാണ് മനുഷ്യൻ, വായന, എഴുത്ത്, പേന, മനുഷ്യൻ്റെ ഭ്രൂണം, ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് അവൻ്റെ കുഞ്ഞു നാളിൽ തന്നെ എഴുതി തുടങ്ങും. പ്രസവിക്കുന്ന സമയത്ത് നമുക്കറിയാം, കുട്ടികൾ 2 കൈകളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് വന്ന്, അത് ഒരു സൂചനയാണ്. കരയാൻ മാത്രം അറിയുന്ന കുട്ടി, ആ കുട്ടിയിൽ അല്ലാഹു ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അത്ഭുതകരമായ പ്രാപഞ്ചിക സത്യങ്ങൾ, അവൻ്റെ സർഗസിദ്ധികൾ, അവൻ്റെ കഴിവുകൾ. അങ്ങനെയാണ് അവൻ സംസാരിച്ചു തുടങ്ങുന്നത്, അവൻ അക്ഷരങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്, അവൻ വരച്ചു തുടങ്ങുന്നത്. ഒരു കുട്ടി വരയ്ക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉള്ളിൽ ആന്തരികമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ കുട്ടിയുടെ മൈൻഡ് വർക്ക് ചെയ്യണം. ആ കുട്ടിക്ക് ഒരു പേന അല്ലെങ്കിൽ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു കരിക്കട്ട, ഇങ്ങനെ എന്താണോ ആ കുട്ടിക്ക് വരയ്ക്കാനുള്ള ഒരു ഉപകരണം, അത് കുട്ടിക്ക് പിടിക്കാൻ കഴിയണം. അങ്ങനെ പിടിച്ച് ആ കുട്ടിയുടെ മൈൻഡ്, അവൻ്റെ കണ്ണ്, ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് കുട്ടി വരയ്ക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ വരയ്ക്കാത്ത കുട്ടി, ഒരു അക്ഷരം പോലും വരയാത്ത കുട്ടി, ആ കുട്ടിയല്ല പ്രതിഭ. നേരെ മറിച്ച് വരയ്ക്കാൻ ഉള്ളിൽ വലിയ ആവേശമുള്ള, വലിയ പ്രേരണയുള്ള കുട്ടി, ആ കുട്ടിയാണ് ഭാവിയിൽ വലിയ മിടുക്കനായി തീരുന്നത്. കുട്ടികളാവുമ്പോൾ വരയ്ക്കും, പക്ഷെ നമ്മൾ ആ കുട്ടിയുടെ വരയ്ക്കാനുള്ള കഴിവിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയില്ല എന്നതാണ് ആ കുട്ടി കണ്ടിടത്തൊക്കെ വരയ്ക്കാനുണ്ടായ കാരണം. പുതിയ വീടാണ്, നല്ല ചുമരാണ്, ഇവിടെ വരയ്ക്കാൻ പാടില്ല, അത് ആളുകൾ കണ്ടാൽ മോശമാണ്, ഇങ്ങനെയൊന്നും കുട്ടിക്ക് ചിന്തിക്കാനുള്ള കഴിവെത്തിയിട്ടില്ല. അവന് നല്ല മനോഹരമായ ചുമര് കാണുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ആ എഴുതാനുള്ള, വരയ്ക്കാനുള്ള, ആ കുത്തി വരയ്ക്കാനുള്ള അവൻ്റെ ഉള്ളിലെ ആ ഒരു അഭിനിവേശം അതവൻ പ്രകടിപ്പിച്ചതാണ്. ഇവിടെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക്, ഏതൊരു വീട് പുതിയതായി നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് കുട്ടികൾക്കായിട്ടുള്ളൊരു സോൺ, ഒരു ബേബി സോൺ അല്ലെങ്കിൽ ഒരു ചിൽഡ്രൻ സോൺ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നതാണ്. അവിടെ കുട്ടികൾ പണ്ട് കളിച്ച ആ കളികൾ, അവരുടെ ഭാവനയെ രൂപപ്പെടുത്തുന്ന വരകൾ, ചിത്രങ്ങൾ, ഇതൊക്കെ കുട്ടിക്ക് സ്വതന്ത്രമായി എൻജോയ്മെൻറ്റ് ചെയ്ത് വരയ്ക്കാനുള്ള ഇടം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. അതിന് പ്രത്യേകമായൊരു സ്പേസ് നമ്മൾ മാറ്റിവെച്ചാൽ ആ കുട്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, മോനെ നീ യഥേഷ്ടം വരയ്ക്കണം, സ്കൂളിലെത്തിയിട്ടല്ല, അല്ലെങ്കിൽ KG എത്തിയിട്ടല്ല കുട്ടി വരച്ചു തുടങ്ങേണ്ടത്. വീട്ടിൽ നിന്ന് തന്നെ കുട്ടി വരയ്ക്കും. അവൻ കൈകൊണ്ട് മണലിൽ വരയ്ക്കും, മണ്ണിൽ വരയ്ക്കും, അവൻ്റെ ഈ കരവിരുതുകൾ കൈകളെ കൊണ്ട് അവൻ പലതും ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ വീക്ഷിച്ചാൽ ആ കുട്ടിക്ക് ഒരുപാട്
അറിവുകൾ അല്ലെങ്കിൽ അവന് ഒരുപാട് അനുഭവങ്ങൾ ആ ചെറിയ പഠിക്കാൻ പ്രായമെത്തുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി പഠിച്ചു തുടങ്ങുമെന്നതാണ്. അങ്ങനെ മനോഹരമായി കുട്ടികൾ ചിത്രം വരയ്ക്കാൻ, കളർ ചെയ്യാൻ ഒക്കെയുള്ള ഉപകരണങ്ങൾ, പുസ്തകങ്ങൾ, ചാർട്ടുകൾ ഇതൊക്കെ നമ്മൾ സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ്, മദ്രസയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ഒരുക്കി കൊടുത്താൽ, ചില കുട്ടികൾ ആ ക്ലേ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായി കുട്ടികൾ ഷേപ്പ് ചെയ്യും. അവിടെ അവരുടെ ബുദ്ധി, അവരുടെ മൈൻഡ്, അവരുടെ കാഴ്ച, അവരുടെ തലച്ചോറിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഏകോപിച്ച് നടത്തുന്ന വലിയ ഒരു പ്രവർത്തനങ്ങൾക്ക് പിന്നിലാണ് ഒരു ചിത്രം രൂപപ്പെടുന്നത്, ഒരു ക്രാഫ്റ്റ് ഉണ്ടാകുന്നത്, ഒരു ക്രിയേഷൻ രൂപപ്പെടുന്നത്, ഒരു ക്ലേ കൊണ്ട് മനോഹരമായ ഒരു കലാരൂപം, ഒരു ശില്പം ഇവിടെ രൂപപ്പെടുന്നത്. അത് കുട്ടിയുടെ എല്ലാം ആന്തരികമായ അവൻ്റെ പല പല കാര്യങ്ങളും ഉൾച്ചേർന്നുകൊണ്ട് അതെല്ലാം ഒരുമിച്ച് സംയോജിപ്പിക്കുമ്പോഴാണ്, അതിൻ്റെയൊക്കെ സമന്വയമാണ് ആ കുട്ടിയിൽ നമ്മൾ അവൻ്റെ പ്രകടനമായി കാണുന്നത്. അതുകൊണ്ട് കുട്ടി അത്ഭുതമാണ്. ആ കുട്ടിയുടെ അത്ഭുത സിദ്ധികളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വളരാനുള്ള സ്പേസുകൾ, അതിൻ്റെ സ്പെസിലിറ്റികൾ, സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് രക്ഷിതാക്കൾ വേണ്ടത്. അതുകൊണ്ട് കുട്ടി കുഞ്ഞുനാളിലെ എവിടേക്കും വരച്ചു പോയതിൻ്റെ പേരിൽ എല്ലാവരും അവനെതിരെ ഒച്ച വയ്ക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നൊരു ബോധമുണ്ട്, വരയ്ക്കരുത്, എഴുതരുത്, വരയ്ക്കാൻ പാടില്ല. ഇത് ആ കുട്ടിയുടെ കഴിവിനെ കൊന്നൊടുക്കുന്നതിന് തുല്യമാവും. പക്ഷെ ആ കുട്ടിയോട് പറയണം, മോനെ ഇവിടെ നീ വരയ്ക്കേണ്ടതില്ല, നിനക്ക് വരയ്ക്കാനുള്ള ഇടം ഇവിടെയാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ആ ഒരു കഴിവിനെ ഡൈവേർട്ട് ചെയ്ത് അവന് സ്വതന്ത്രമായി വരയ്ക്കാനുള്ള, എഴുതാനുള്ള, പല ശില്പങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു സോൺ നമ്മുടെയൊക്കെ പുതിയ വീടുകളിൽ നമ്മൾ ഒരുക്കണമെന്നതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു നമ്മുടെ കുട്ടികളെ നല്ല പ്രതിഭാത്വമുള്ള നല്ല പ്രതിഭകളായ മക്കളാക്കി അല്ലാഹു സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.